എങ്ങനെ ഓർമ്മയുണ്ടാവുക? ഏത് നേരം വാട്സാപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കി കുറുമി ഉണ്ടാക്കി എന്നുള്ള വോയിസ് ഇട്ടോണ്ടിരിക്കല്ലേ? സാറേ ഒരു മിനിറ്റ്. എന്തത്? കള്ളത്തുള്ള സ്ഥാപനം പൊളിച്ചടക്കാൻ ഒരു സ്റ്റാഫ് വിചാരിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. വർക്ക് സൈറ്റില് കോൾ ഷീറ്റ് മറന്നു വെച്ചല്ലേ? അങ്ങനെ ഈ വർഷം ടോട്ടൽ ഫൈൻ എമൗണ്ട് കളക്റ്റഡ് 6000 രൂപ. സുസ്മിത മാത്രം ഈ വർഷം ഫൈൻ അടച്ചിട്ടില്ല. എല്ലാവരും സുസ്മിത കണ്ട് പഠിക്കണം. സാറേ ഈ പ്രാവശ്യത്തെ ട്രീറ്റ് എവിടെയാ? നമുക്ക് ഭാരതിലാക്കിയാലോ? അവിടുത്തെ മസാല ദോശ കൂടി സൂപ്പറാണ്. വേണ്ട 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 വേണ്ട, നമുക്ക് ശ്രീഭവൻ കഴിക്കാം. അവിടുത്തെ മസാല ദോശ നല്ല മുരിഞ്ഞ മസാല ദോശയാണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. സാറേ ഒരു മിനിറ്റ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യല് ചപ്പാത്തിയും കടലക്കറിയും പ്ലസ് പൊട്ടറ്റോ മസാലക്കറി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പറാണ്. അപ്പൊ ശരി, എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ പിന്നെ വരാം. എന്തത്? സാറേ ഇത് ഞങ്ങൾ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പാ. ഇതിലിങ്ങനെ എന്നും ഇങ്ങനെ പറഞ്ഞില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതാ സാറേ ഈ തീറ്റക്കാരൻ കേൾക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എനിക്ക് ഇഷ്ടം പോലെ വർക്ക് പെൻഡിങ് ഉണ്ട്. ഞാൻ പോവാട്ടാ. ആത്മാർത്ഥത. ആത്മാർത്ഥതയിൽ ആളൊന്നുമില്ലോ. സാർ ഗുഡ് മോർണിംഗ്. പ്രസാദ് നേരത്തെയാണല്ലോ. കുറച്ച് ലൈറ്റായിന്ന തോന്നണേ. ഫൈനിട്ടോളൂ. നിനക്കും കിട്ടിയില്ലേ? കൂട്ടുണ്ട്. ഈ ഫൈൻ സിസ്റ്റം ഇവിടത്തെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയി നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. സ്റ്റാഫുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണിത്. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഫൈൻ ഇടുന്നതിലൂടെ ആ മിസ്റ്റേക്ക് നമ്മൾ ആവർത്തിക്കില്ല. കറക്റ്റ്. എന്റെ സാറ് തന്നെ ഇത് എത്ര തവണ ഞങ്ങളോട് പറഞ്ഞിരിക്കണം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നന്നാവണില്ല? എന്റെ പൊന്നു സാറ് ഇതൊക്കെ തള്ളി മറിക്കാന്ന് എനിക്കറിയാം. ഇവനും അറിയാം. എനിക്കറിയില്ലട്ടാ. എന്നാ കേട്ടോ, ഏതൊരു നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനിയാണ് ഈ ഫൈൻ സിസ്റ്റം നടപ്പിലാക്കിയത്. സാറിന്റെ വൈഫ് അവിടുത്തെ എംപ്ലോയി ആയിരുന്നു. പിന്നീട് ആ ഫൈൻ സിസ്റ്റം നമ്മുടെ കമ്പനി നടപ്പിലാക്കി. സാറിന്റെ വൈഫാ? ഇപ്പൊ ഡൈവോഴ്സ് ആയി. വൈഫാള് കൊള്ളാലോ. അപ്പൊ ഓക്കെ, മീറ്റിംഗ് തുടങ്ങാം. സാറേ, കുക്കുംബർ ആൻഡ് ബ്രൊക്കോളി കമ്പനി കോൾ ഉണ്ടായിരുന്നു. ആ കമ്പനി പുതിയൊരു മാനേജ്മെന്റിനെ ഹാൻഡ് ഓവർ ചെയ്തു, ഒരു BD ഗ്രൂപ്പ്. അതുകൊണ്ട് ബില്ലിൽ അവർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വരണം. ഇപ്പൊ എങ്ങനെ വരണേ? കുക്കുംബർ ആൻഡ് ബ്രൊക്കോളി ട്രേഡേഴ്സ്. ചെയ്തു കൊടുക്ക്. ചാർജ് പറഞ്ഞു. എത്ര വേണ്ട സാറേ? ഒരു 10,000 പറഞ്ഞു. EX ഇന്ന് തന്നെ കോപ്പി ചെയ്യണം. AMC ഡേറ്റ് ഇട്ടിട്ട് വേണം കോപ്പി ചെയ്യാൻ. സാർ മൊബൈൽ മെഡിക്കൽസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിൽ ചേഞ്ച് ഉണ്ട്. പർച്ചേസ് എൻ്റർ ചെയ്യുമ്പോൾ കറണ്ട് സ്റ്റോക്ക് കാണിക്കാം. ആരെ ഏൽപ്പിച്ചേ? സുസ്മിതന്. അതെന്താ സുസ്മിത ഇത്രയും ലേറ്റ് ആവുന്നത്? ഒരു ചെറിയ പ്രോഗ്രാം ചേഞ്ച് അല്ലല്ലോ. ഒരു പാരാമീറ്റർ പാസ് ചെയ്ത തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കുറച്ച് ബിസി ആയതുകൊണ്ട് മറന്നുപോയി സാറേ. എങ്ങനെ ഓർമ്മയുണ്ടാവുക? ഏത് നേരം വാട്സാപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കി കുറുമി ഉണ്ടാക്കി എന്നുള്ള വോയിസ് ഇട്ടോണ്ടിരിക്കല്ലേ? മറവിക്ക് മരുന്ന് ഫൈനാണ്. ഇപ്പോഴൊരു സമാധാനായി. സാറേ 10 മണിക്ക് ക്ലൈമാറ്റ് ഉണ്ട്. ഞാൻ പോട്ടെ. ഓക്കെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സോഫ്റ്റ്വെയർ ഡേറ്റ് വെച്ചിട്ട് ലോക്ക് ആക്കുന്ന കാര്യം ആരോ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് അന്വേഷിക്കണം. അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണത് സാറേ. അത് ഇവിടുത്തെ പഴയ സ്റ്റാഫ് ആരെങ്കിലും ആയിരിക്കും. പിന്നെ കള്ളത്തുള്ള സ്ഥാപനം പൊളിച്ചടക്കാൻ ഒരു സ്റ്റാഫ് വിചാരിച്ചാൽ മതി. ഓക്കെ. മീറ്റിംഗ് ഡിസ്പേഴ്സ്. സർവീസ് കൊടുത്ത് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചെത്തണം കേട്ടോ. ഞങ്ങളുടെ കാശുകൊണ്ട് ഞാൻ നല്ലേ വരാം സാറേ. നിന്റെ ഫൈനും കളിക്കട്ടോ. ഡിയർ എംപ്ലോയീസ്, 1-2 സന്തോഷ വാർത്ത പറയാനാണ് നമ്മൾ ഇന്നോട് കൂടിയിരിക്കുന്നത്. ഇന്നു മുതൽ കുക്കുംബർ ആൻഡ് ബ്രൊക്കോളി ട്രേഡേഴ്സ് എന്ന സ്ഥാപനം കുക്കുംബർ ആൻഡ് ബ്രൊക്കോളി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുക. നമ്മുടെ സോഫ്റ്റ്വെയറിന് ആൾക്കാർ വന്നിട്ട് ഇന്ന് ബില്ലിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തോട്ടാ. ഇനി ഒരു സന്തോഷ വാർത്തയോട് പറയാനുണ്ട്. നമ്മുടെ കമ്പനി ഇന്നു മുതൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിനെക്കുറിച്ച് നമ്മുടെ സാറ് വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞുതരും. എൻ്റെ ദീർഘനാളത്തെ ഗവേഷണത്തിന് ശേഷം എൻ്റെ ഒരു ശ്രമം വിജയിച്ചിരിക്കുകയാണ്. ആ ശ്രമമാണ് ഈ പെട്ടിയിലുള്ളത്. നമുക്ക് പെട്ടി പൊട്ടിക്കാം. കത്രിക തരൂ. സാറേ, കൈ വറക്കിണ്ടല്ലോ. ഇന്ന് 1-ാം തീയതിയാ, അതുകൊണ്ടാ. 1-ാം തീയതി മനസ്സിലായി. സാറ് നല്ല വീശാലേ. അതല്ല സേട്ടാ, സാലറി ഡേറ്റാ. ആ ഡേറ്റിന് എല്ലാ മുതലാളിമാരുടെയും കൈ വിറയ്ക്കും. കാശ് പോവല്ലേ പ്രഭു. ഇളക്കല്ലേ? ഇളക്കൽ സാർ. ഇളക്കല്ലേന്ന്. പായസ ഇളക്കല്ലേ സാറേ? നിനക്കിന്ന് ഇവിടെ മാർക്കറ്റിങ് പെരുമ്പാവൂർ സാറേ. വിട്ടോ. നിനക്കൊക്കെ പറഞ്ഞിട്ട സ്ഥലം എവിടെയാ? വിട്ടോ. വിട്ടോ. ചില സമയത്ത് ബംഗാളികൾ നമ്മളെ ഇരപ്പാളികളാക്കും.
നല്ല അധ്വാനിയാ, നിങ്ങളും അതുപോലെ ആവണട്ടാ. എരപ്പാളികളാ അല്ല അധ്വാനി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ടെൻഡർ കോക്കനട്ട് വാട്ടർ. തെങ്ങിന്റെ മണ്ടരിക്കുന്ന സാധനം സാർ അത് കുപ്പിയിലാക്കി. ഇതാണ് ഇത്ര വലിയ ഗവേഷണം. ഇതാ നിനക്കെന്ത് പിടിച്ചില്ലേ? സാറേ, ഈ ഫ്രഷായ കരിക്കുമ്പളൊക്കെ റോഡ് സൈഡിൽ കിട്ടും. ഈ കുപ്പിയിലാക്കിയതൊക്കെ ആരെങ്കിലും കുടിക്കുമോ മുതലാളി? അല്ല സാറേ. സാറത് നാച്ചുറലാണോ അതോ വല്ല കെമിക്കല് ചേർത്തുണ്ടാ? മാനേജറെ, ഇവരെന്ത് ഇങ്ങനെ ഫുൾ നെഗറ്റീവ് ആണുള്ളവര്? പ്രിസർവേറ്റീവ് ചേർക്കാണ്ട് ഈ വക സാധനങ്ങൾ അധികം നാൾ ഇരിക്കില്ലല്ലോ. അതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണല്ലോ. ജാപ്പനീസ് റിട്രോട്ട് ടെക്നോളജി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐറ്റത്തിലൊന്നും പ്രിസർവേറ്റീവ് ചേർക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. എന്തുട്ട്? ജാപ്പനീസ് റിട്രോട്ട് ടെക്നോളജി. ഒന്ന് പറഞ്ഞ. ഞാൻ പറയില്ല, എനിക്ക് ഷുഗറുള്ളതാ. ഞാൻ പറയില്ലേ. പോരട്ടെ. ജാപ്പനീസ് റിട്രോട്ട്. ജാപ്പനീസ് റിട്രോട്ട്. ട്രൈ അഗൈൻ. റിട്രോട്ട് ടെക്നോളജി. റിട്രോട്ട് പറഞ്ഞ. ട്രിപ്പറല്ല, ജാപ്പനീസ് റിട്രോട്ട് ടെക്നോളജി. ജാപ്പനീസ് റിട്രോട്ട് ചവിട്ട് തിരിഞ്ഞ്. ടിപ്പറല്ല, ജാപ്പനീസ് റിട്രോട്ട്. മാനേജർ പറഞ്ഞ. ജാപ്പനീസ് റിട്രോട്ട് ടെക്നോളജി എന്ന് പറഞ്ഞ. ജാപ്പനീസ് റിട്രോട്ട് ടെക്നോളജി. റിട്രോട്ട് ടെക്നോളജി. ഇപ്പൊ കറക്റ്റായി. ഇത് കസ്റ്റമറോട് പറയണം എന്താ, ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം കേട്ടോ. സാറേ, ഈ പറഞ്ഞ സാധനം ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക്? എന്ത് സാധനം? അല്ല, പിന്നെ പറഞ്ഞ സാധനം. അത് കഴിഞ്ഞ ആഴ്ച മിഷൻ കേടായി. 2-3 ജാപ്പനീസ് പിള്ളേർ വന്നിട്ട് മിഷൻ കൊണ്ടുപോയി ജപ്പാനിലേക്ക് ശരിയാക്കാനേ. നമുക്കത് ബേക്കറികളിൽ വെക്കാം, സൂപ്പർ മാർക്കറ്റിൽ വെക്കാം, മെഡിക്കൽ ഷോപ്പിൽ വെക്കാം. എന്തിന്? ഹെൽത്തി ഡ്രിങ്ക് അല്ലേ, ആൾക്കാർ കുടിക്കട്ടെ. സാറേ, ഇത് 200 ml അല്ലേ? MRP 60 രൂപ. ഒരു ഫ്രഷ് കരിക്ക് വെട്ടി കുടിക്കണമെങ്കിലേ 300 ml കൂടുതൽ കിട്ടും. 50 രൂപ കൊടുത്താൽ മതി. ആരെങ്കിലും വാങ്ങി കുടിക്കേണ്ട പോലും സാറേ. കരിക്കും വെള്ളത്തിന് ഒരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റിൽ നമ്മൾ ചെയ്യുള്ളൂ. കുടിക്കൂ, സമയം കളയാതെ കുടിക്കൂ. സാറേ, പറയണതുകൊണ്ട് ഒന്നും തോന്നരുത്, കൊള്ളില്ല. കരിക്ക് വെള്ളത്തിന്റെ ഒരു ടേസ്റ്റും ഇല്ല, വേറെ ഏതോ വെള്ളത്തിന്റെ ടേസ്റ്റാ. കുഞ്ഞുമോനെ, നിനക്ക് എങ്ങനെയുണ്ടാ? കരിക്ക് വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല, നല്ല പ്ലാസ്റ്റിക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. ഈ ചുമയ്ക്ക് മരുന്ന് കിട്ടില്ലേ, അതിന്റെ ടേസ്റ്റാ ആശുപത്രിയിൽ നിന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കരിക്കുമ്പളൊന്നുമല്ല, അസല് കെമിക്കലാ മുതലാളി. അല്ല സാറേ. മാനേജറെ, ഇവരൊക്കെ ഈ മാസം എത്ര ലീവ് എടുത്തിട്ടുണ്ട്? വത്സൻ 5 ദിവസം ലീവാണ്, പിന്നെ കുഞ്ഞുമോൻ 15 ദിവസം ലീവാ. 15 ദിവസം ലീവാ? നീ ഇന്ന് പണിക്ക് വരുന്നില്ലേ? നീ എന്താ നിന്റെ ഉദ്ദേശം? സാറേ, നല്ല വെയിലും ചൂടൊക്കെ അല്ലായിരുന്നു. നീ വീട്ടിലിരുന്നടാ, നീ ഇങ്ങോട്ട് വരണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്, മുഴുവനും കുടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി. നല്ല ടേസ്റ്റ്. ഇപ്പോഴാണ് കറക്റ്റ് കരിക്കും വെള്ളത്തിന്റെ ടേസ്റ്റ് വന്നത്. ഒറിജിനൽ കരിക്കും വെള്ളം തന്നെ. സാറിന്റെ പൂത്തിന് സമ്മതിക്കണം കേട്ടാ. സാറിന്റെ ഗവേഷണം സക്സസ്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് സെയിൽസിന് പോട്ടെ സാറേ. ഏത്? ജാപ്പനീസ് റിട്രോട്ട് ടെക്നോളജി. പോയി വരും. ആള് കൊടുക്കത്തീകണിട്ടാ. ആളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ലെന്ന്. ആളുടെ മുഖം പോയത് കണ്ട. ലീവിന്റെ കാശ് കട്ട് ചെയ്യാൻ നോക്കിയത് ആള്. നിനക്ക് കുടിച്ചപ്പോ തോന്നിയ? അത് കുടിച്ചപ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ടേസ്റ്റ് തോന്നിട്ടാ. അതെനിക്കും തോന്നിട്ടാ. അതെ, സാധനം കരിക്കുമ്പോഴൊന്നല്ല, ഇത് കെമിക്കലിന് കലക്കി ഉണ്ടാക്കിയ സാധന. കരിക്കുമ്പോഴൊന്നും ഇങ്ങനെ കുപ്പിയിലിരിക്കില്ലടാ. ഇത് വിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കസ്റ്റമേഴ്സിന്റെ നല്ല അടി കിട്ടോ. അതെ, നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേഗം വർക്കിന് പോവാം. കഴിഞ്ഞ മാസത്തെ സെയില് വളരെ കുറവാണല്ലോ. 1.5 ലക്ഷം അച്ചീവ് ചെയ്തിരിക്കണേ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ശമ്പളം തരും? നമുക്ക് മിനിമം ഒരു 10 ലക്ഷത്തിന് സെയിൽ ഉണ്ടാവണം, എന്നാലും ഈ വണ്ടി ഓടുള്ളൂ. 10 ലക്ഷമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ സാറേ? അതെ, എല്ലാവർക്കും ടാർഗറ്റ് കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല. കരിക്കും വെള്ളം മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് നമുക്ക് അച്ചീവ് ആവും. ഐ ആം കോൺഫിഡന്റ്. യു ആർ നോട്ട് കോൺഫിഡന്റ്. അതാരാ? അത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരാ. നിനക്കെന്നെ മനസ്സിലായടാ? മനസ്സിലായി സാറേ.
AMC അടച്ചില്ലെങ്കിലേ ഇവരുടെ സോഫ്റ്റ്വെയർ ലോക്കാവും. ലോക്കാവോ? ആ ഈ പ്രോബ്ലം 1-2 തവണ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാറാ അങ്ങനെ പറയില്ല കേട്ടാ, ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നിങ്ങളുടെ കമ്പനിയുടെ പേര് മാറ്റാൻ വന്നാ ഞാൻ. പോടാ നീ ഇവിടെ തേങ്ങ ചെയ്യണ്ട സാർ. ആ EX ചേഞ്ച് ചെയ്യാൻ ഞാൻ വന്നിരിക്കണേ. EX ചേഞ്ച് ചെയ്യില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് അടിക്കുന്ന സമയത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു വരില്ല. നിന്റെ പ്ലാനിങ് എനിക്ക് അറിയാടാ. നീ ഇവിടെ AMCയുടെ ഡേറ്റ് ഇടാനല്ല നീ വന്നത്. നിന്റെ സാറില്ലേ എന്റെ ശത്രുവാ. നിങ്ങളുടെ സോഫ്റ്റ്വെയർ ലോക്ക് ആവണതേ ഇവിടെ എല്ലാവർക്കും അറിയാടാ. നീ മര്യാദക്ക് പൊക്ക ഇവിടുന്ന്. നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെടുത്ത് അറിയും. തമാശ കളിക്കണേ. കല്ല് താഴെ കല്ല് താഴെ താൻ എന്നെ 2 ദിവസം തന്നെ വിളിക്കും തന്നെ. എന്തായാലും വിളിക്കും. തന്റെ സോഫ്റ്റ്വെയർ അടുത്ത മാസം ലോക്ക് ആവും. അപ്പൊ കാണാട്ടോ. തമാശ കളിക്കാൻ എത്രയും പെട്ടെന്ന് സോഫ്റ്റ്വെയർ ചേഞ്ച് ആക്കണം കേട്ടാ. സാറേ ഈ ഡാറ്റ എൻട്രി ചെയ്യല് എളുപ്പമില്ലാട്ടാ. ഡാറ്റ എൻട്രി ഞാൻ ചെയ്യും. ഞാൻ ഒരുപാട് പേർക്ക് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാ. എന്താ കുക്കുംബർ പ്രൊക്കോടി കമ്പനിയില്ലേ, അത് വാങ്ങിയത് സാറിന്റെ പഴയ ശത്രു. അതാരാ? ബോബി ഡിസൂസ അങ്ങനെ എന്ത് വരാണ്? ആ കരിക്കുമ്പള്ള കുപ്പിയിലാക്കി വെക്കുന്ന ആളാ? അതെ സാറേ, നമ്മുടെ സോഫ്റ്റ്വെയർ AMC അടച്ചില്ലെങ്കിൽ ലോക്ക് ആവണ കാര്യം അയാൾക്കറിയാം. അപ്പൊ EX കോപ്പി ചെയ്തില്ല സാറേ, ചെയ്യാൻ അയാൾ സമ്മതിച്ചില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ലോക്ക് ആവണ കാര്യം കസ്റ്റമേഴ്സിനോട് പറയുന്നത് ഇയാൾ തന്നെയാ. സാറ് സൂക്ഷിച്ചോ, ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ.